കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പന് എല്ലാ ദിനചര്യകളും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പൊന്നുണ്ണി കണ്ണൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ കളഭാലങ്കാരം ദശാവതാരത്തിലെ ആദ്യത്തെ അവതാരമായ മത്സ്യാവതാര രൂപത്തിലാണ് ചാർത്തിരിക്കുന്നത്. അരയ്ക്ക് കീഴ്പ്പെട്ട മത്സ്യത്തിന്റെ രൂപത്തിലും അരയ്ക്ക് മേൽപ്പെട്ട മഹാപ്രഭുവിന്റെ രൂപത്തിലാണ് ചാർത്തിരിക്കുന്നത്. അരയ്ക്ക് കീഴ്പ്പെട്ടുള്ള മത്സ്യത്തിന്റെ രൂപ കളഭോണ്ട് നല്ല ഭംഗിയായിട്ട് മത്സ്യത്തിന്റെ രൂപമായിട്ട് ചാർത്തിയിട്ടുണ്ട്. അരയിലേക്ക് ഇങ്ങനെ കാണാനുണ്ട്. പൊന്നുണ്ണി കണ്ണനാണല്ലോ മത്സ്യാവതാരമൂർത്തിയായിട്ട് നിൽക്കുന്നത്. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മുല്ലമുട്ടുമാല, ഒരു പതക്കം, അതിൻ്റെ മുകളിൽ കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഒരു താമരപ്പൂ പിടിച്ചിട്ടുണ്ട്. രണ്ട് കൈകളോട് കൂടിയിട്ടാട്ടോ. വലത്തെ കയ്യിൽ ഒരു താമരപ്പൂവ്, ഇടത്തെ കയ്യിൽ ഒന്നുമില്ല. ഇടത്തെ കൈ ഇങ്ങനെ വെറുതെ വെച്ചിരിക്കണം, അരയിൽ ഇങ്ങനെ വെച്ചിരിക്കണം. അങ്ങനെ മത്സ്യാവതാര മൂർത്തിയായിട്ടാണ്. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിമിൻ്റെ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസത്തോടു കൂടി ആ മത്സ്യാവതാരമൂർത്തി ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. പൊന്നിങ്കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിങ്കിരീടത്തിൻ്റെ മുകളിൽ ആ വെളുത്ത അന്ത്യാർവട്ടം കൊണ്ട് ഒരു തിരുമുടി മാല. കഴുത്തിന് നല്ല ഭംഗിയായിട്ട് തെച്ചിൻ തുളസിയായിട്ട് ഒരു വനമാല, പിന്നെ ചുവന്ന പൂവ് മാത്രമായിട്ടൊരു ഉണ്ടമാല. അങ്ങനെ രണ്ട് ഉണ്ടമാലകളാണ് കഴുത്തിൽ ചാർത്തിക്കുന്നത്. ഒരു തിരുമുടിമാല ശിരസിങ്കിലും ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ മത്സ്യാവതാരമൂർത്തിയായിട്ടാണ് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഈ തിരുമുടിമാലയുടെ മുകളിൽ വിധാനമായിട്ടത് ആ 4 ഉണ്ടമാലകൾ താമരയും തുളസിയായിട്ടും തെച്ചിപ്പൂവും തുളസിയായിട്ടും അങ്ങനെ ഉണ്ട്. പിന്നെ കണ്ണനപ്പുറപ്പെട്ട തുളസിപ്പൂ മാത്രമായിട്ട് അങ്ങനെ 5 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ മത്സ്യാവതാരമൂർത്തിയായിട്ട് ശ്രീലകത്ത് നിന്ന് കണ്ടപ്പോൾ നല്ല സന്തോഷത്തോടു കൂടി തൊഴുതിട്ടാണ് ഞാൻ വരുന്നത്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. നാരായണീയം ദശകം 100 ശ്ലോകം 6 മലയാള വിവർത്തനം. പൊങ്ങിയിടും കൗസ്തഭത്തിൻ പ്രഭയരുണിമ ചേർത്തോരു നിൻരമ്യ കണ്ഠം, ശ്രീവത്സം മുത്തുമാലാതതികളിളകിടും മോഹനം വക്ഷദേശം, നാനാവർണ്ണ പ്രസൂനാവലി തളിരുകളും ഭൃംഗസഞ്ചാരമോടും നിന്മാറിൽ വന്യമാല സഹിതമിവിടെ ഞാൻ കാൺമു നിൻ രത്നഹാരം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തുനിന്ന് പൊന്നുണ്ണി കണ്ണൻ മത്സ്യാവതാരമൂർത്തിയായിട്ടാണ് നിൽക്കുന്നത്. എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് കയ്യിലൊരു താമരപ്പൂവും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ആ മത്സ്യാവതാരമൂർത്തിനെ മനസ്സിൽ സ്മരിച്ചിട്ട് പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദം, ആ മഹാപ്രഭുവിൻ്റെ നാരായണൻ്റെ തൃപ്പാദം മനസ്സിൽ വിചാരിച്ച് ആ തൃപ്പാദം മുറുകെ പിടിച്ച് ആ മത്സ്യാവതാര രൂപം മനസ്സിൽ വിചാരിച്ച് ഉറക്ക നാമം ജപിക്കാൻ നമുക്ക് അനുഗ്രഹിച്ചുകൊണ്ടാണ് ശ്രീലകത്ത് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ നിൽക്കുന്നത് കേട്ടോ. ജപിക്കല്ലേ നാമം, കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട്. നാരായണ 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 ഹരേ ഹരേ.